തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 17-ാമത് വാക്യത്തിൻ്റെ അവസാന വാക്ക് കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും എന്നുള്ള വചനമാണ്. മണ്ണുപോലെ വസ്ത്രവും പൊടി പോലെ വെള്ളിയും സ്വരൂപിച്ചവർ അതനുഭവിക്കുവാൻ ഭാഗ്യമില്ലാത്തവരായി പോയപ്പോൾ നീതിമാന്മാർക്ക് ആ വെള്ളിയും ആ വസ്ത്രവും ഉടുക്കുവാനും പങ്കിടുവാനുമുള്ള ഭാഗ്യം ദൈവം അവർക്ക് നൽകി എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ശമൂവേലിന് എഴുതിയ 1-ാം പുസ്തകം 14-ാം അധ്യായം ആ വാക്യങ്ങൾ വായിച്ചു നാം വരുമ്പോൾ യോനാഥാനും തൻ്റെ ആയുധവാഹകനായ ബാല്യക്കാരനും ചേർന്ന് അഗ്രചർമ്മയുടെ പാളയത്തിലേക്ക് കടന്നു ചെന്ന് അവരെ വെല്ലുവിളിക്കുകയും അവരോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി അവർ നേടിവെച്ചിരുന്നതൊക്കെയും കൈകളിലേറ്റിക്കൊണ്ട് മടങ്ങി വരികയും ചെയ്യുന്നതായി കാഴ്ചയുണ്ട്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും ഒരായുഷ്കാലം മിസ്രൈമിലെ അടിമത്വത്തിൻ കീഴിൽ കിടന്ന് കഠിനാധ്വാനം ചെയ്തിട്ടൊന്നും നേടുവാൻ കഴിയാതിരിക്കുന്ന ഇസ്രായേൽ മക്കൾ നീതിപൂർവം അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ അവർ ചെയ്തു. എന്നാൽ അവരനുഭവിക്കേണ്ട നന്മകൾ മിസ്രൈമ്യരുടെ കയ്യിലിരിക്കെയാണ് മിസ്രൈമിലെ കൊട്ടാരം മുതൽ കുടില് വരെയുള്ള വീടുകളിൽ ആദ്യജാതന്മാരുടെ സംഹാരം നടക്കുന്നത്. ആ സമയത്ത് യഹോവയായ ദൈവം മോശ മുഖാന്തരം അരുളി ചെയ്തത് ഓരോ പുരുഷനും ഓരോ സ്ത്രീകളും താങ്കളുടെ അയൽക്കാരുടെയും അരികിലേക്ക് കടന്നു ചെന്ന് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിച്ച് അത് വാങ്ങിച്ചെടുത്തുകൊണ്ട് നീ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടുകൊള്ളുവാൻ ഇസ്രായേൽ മക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയിൽ മിസ്രൈമ്യരുടെ കയ്യിലിരുന്ന പൊന്നും വെള്ളിയുമൊക്കെ ഇസ്രായേൽ മക്കൾ ചെന്ന് വാങ്ങിയെടുത്തുകൊണ്ട് മിസ്രൈമിൽ നിന്നവർ പുറപ്പെട്ടു എന്ന് വായിക്കുന്നുണ്ട്. അവിടെ എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? നീ അധ്വാനിച്ചെങ്കിൽ അത് കിട്ടുവാൻ വൈകിയാലും നിനക്ക് ദൈവം അത് നിന്റെ കൈകളിൽ തരും എന്നതാണ്. നിന്റെ അധ്വാന ഫലം നിനക്ക് അനുഭവിപ്പാനുള്ളൊരു ഭാഗ്യം നൽകപ്പെടുകയും അത് നിനക്ക് നന്മയായി വരുവാനും ഇടയായിത്തീരുമെന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറ്റമില്ലാത്തവരായി നാം ജീവിക്കുന്നു എങ്കിൽ നമ്മുടെ അധ്വാന ഫലം അത് നഷ്ടമായി പോകുന്നില്ല. അത് നമുക്ക് തന്നെ പങ്കിടുവാൻ, നമുക്ക് അനുഭവിപ്പാൻ കഴിയും. ആകയാൽ
കുറ്റമില്ലാത്തവരായി ജീവിപ്പാൻ ദൈവം മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ കുറ്റമില്ലാത്തവരും നീതിയോടെ ജീവിക്കുന്നവരുമായി തീരുവാൻ സഹായിക്കണം. ആ നിലകളിൽ ഞങ്ങളുടെ നന്മ ഞങ്ങൾക്ക് അനുഭവിപ്പാനുള്ള ഭാഗ്യം ദൈവം നൽകണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.